2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4 ഘട്ടം കഴിയുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം അതിശക്തമായി മാറുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ ഉണ്ടായിരുന്നതിൻ്റെ 100 ഇരട്ടി ശക്തിയിലാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം BJP-യെയും NDA-യെയും നേരിടുന്നത്. രാഹുൽ ഗാന്ധി വളരെ ശക്തമായി തന്നെ ഓരോ വിഷയത്തിലും പ്രധാനമന്ത്രിക്ക് മറുപടി നൽകുന്നു. ജൂൺ മാസം 4-ാം തീയതി പ്രധാനമന്ത്രി താങ്കൾ ആ കസേരയിൽ ഉണ്ടാകില്ല എന്ന് ഉറച്ച സ്വരത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. കേജ്രിവാൾ ആകട്ടെ അതിലും ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നു. പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് നരേന്ദ്രമോദിയെ ഇറക്കാൻ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു എന്നാണ് കേജ്രിവാൾ പറയുന്നത്. അദ്ദേഹം നാളെ മുതൽ UP കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്നു. UP-യിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കേജ്രിവാൾ സജീവമാകുമ്പോൾ രാഹുൽ ഗാന്ധിയും കേജ്രിവാളും അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള സംയുക്ത റാലികൾ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. അതേസമയം തന്നെ പ്രധാനമന്ത്രിയോട് കേജ്രിവാൾ ചോദിച്ച ഒരു ചോദ്യം, അതിന് ഇതുവരെയും പ്രധാനമന്ത്രി മറുപടി നൽകിയിട്ടില്ല. 75 വയസ്സെന്ന പ്രായപരിധി അങ്ങ് പാലിക്കില്ലേ? 75 വയസ്സ് അടുത്ത വർഷം തികയുന്ന പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം കേജ്രിവാൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. 3 ദിവസം മുൻപാണ് കേജ്രിവാൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിന് മറുപടി പറയാൻ പ്രധാനമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്ന് വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ പോലും ഈ ഒരു ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറയുന്നില്ല. അത് മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം BJP-യിലെ ഒരു നേതാവ് പോലും അമിത്ഷാ അല്ലാതെ നരേന്ദ്രമോദിയെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അമിത്ഷാ മാത്രമാണ് ഈ നിയമം നരേന്ദ്രമോദിക്ക് ബാധകമല്ല എന്ന് പറയുന്നത്. LK അദ്വാനിയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ, വെങ്കയ്യ നായിഡു അടക്കമുള്ള മുതിർന്ന നേതാക്കളെ മുഴുവൻ അധികാര ശ്രേണിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി അമിത്ഷായും നരേന്ദ്രമോദിയും കൊണ്ടുവന്ന മാർഗനിർദ്ദേശ മണ്ഡൽ എന്ന് പറയുന്ന BJP-യിലെ ഒരു ഉപദേശക സമിതിയുണ്ട്. എല്ലാ 75 വയസ്സ് കഴിഞ്ഞവരും ആ കമ്മിറ്റിയിലേക്ക് മാറ്റപ്പെടും. പ്രധാനമന്ത്രി താങ്കൾ ആ കമ്മിറ്റിയിലേക്ക് മാറ്റപ്പെടുമോ എന്നാണ് കേജ്രിവാൾ ചോദിച്ചത്. ഇതുവരെ ആരും പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ആ ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ പതറി നിൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്.